ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈസ്റ്റ് ഇടാതെ നല്ല സോഫ്റ്റ് പാലപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. പാലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാലപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം അരി ഒന്ന് കുതിരാനായിട്ട് വെക്കാം. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നികത്തി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുതിർത്തെടുക്കണം. 5-6 മണിക്കൂർ സമയം എടുക്കും അരി ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. ഇഡ്ഡലി റൈസ്, ദോശ റൈസ്, പൊന്നി റൈസ് പോലെയുള്ള അരികൾ നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇടിയപ്പം, അപ്പം ഇവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും തരികളില്ലാത്ത അരിപ്പൊടി വേണം ഉപയോഗിക്കാൻ. റോസ്റ്റ് ചെയ്ത അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. അരിപ്പൊടി വെള്ളമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടുന്ന ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുത്തതിന് ശേഷം കുറുക്കിയെടുത്തതിന് ശേഷം ഇത് ചൂടെല്ലാം ഒന്ന് പോയതിന് ശേഷം ചൂടൊന്നും പോയി ആറിക്കിട്ടിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമ്മിയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയുടെ പകുതിയാണ് ഞാൻ തിരുമ്മി എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കണം. പാലപ്പത്തിന് അല്പം തേങ്ങയുടെ ടേസ്റ്റ് മുന്നോട്ട് നിന്നാലും നല്ലൊരു ടേസ്റ്റാണ്. ശേഷം ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള അരിയും ചേർത്ത് കൊടുക്കുക. ചെറിയ മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക. സ്മൂത്തായിട്ട് തരിതരിപ്പൊന്നും ഇല്ലാതെ ഇതൊന്ന് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളം മതിയാവും. നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. ഇപ്പം മാവ് നല്ലതുപോലെ റെഡിയാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി മിക്സിയുടെ ജാറിലിരിക്കുന്ന മാവും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളം, തേങ്ങ പൊട്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരയ്ക്കാൻ നേരം ആ വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസ് പരുവത്തിൽ മതിയാവും. അപ്പോൾ തന്നെ മാവ് ഒത്തിരി തിക്കല്ല, അത്യാവശ്യം ലൂസുള്ള ഒരു മാവാണ്. ഇതൊരു 5 മണിക്കൂറോളം ഒന്ന് പുളിക്കാനായിട്ട് വെക്കാം. ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി ഒന്നും അങ്ങനെ പുളിച്ച് പൊങ്ങി കിട്ടത്തില്ല. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പത്തിന് ചെറിയൊരു ഊറിയ മധുരം കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയായിട്ടൊന്ന് മിക്സ് ആകുമ്പോഴത്തേക്കും അപ്പം നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടും. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ സോഡപ്പൊടി ഒന്ന് സോഫ്റ്റായി മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി വെക്കാം. നമ്മുടെ മാവ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാവും. അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ലൊരു അപ്പത്തിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ച് തയ്യാറാക്കിയെടുക്കുക. ഇതൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3/4 മിനിറ്റോളം സമയമെടുക്കും. 1 മിനിറ്റിനടുത്ത് സമയമെടുത്ത് നമുക്കിത് വെന്ത് കിട്ടും. നല്ലതുപോലെ ഇപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.